അതിന്റെ ഇപ്പൊ നമുക്ക് ഒരുപാട് കളക്ഷൻ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ക്വാളിറ്റി നോ റീപെയിന്റ് ആണ്. റീപ്പിക്കുമ്പോ ഇത് 2014 15 തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായി തോന്നില്ല. പക്ഷെ ഇതിൽ നല്ല നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതാണ്. നമ്മൾ കേരള രജിസ്ട്രേഷൻ ചെയ്ത് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത്. നമുക്ക് എഞ്ചിനും ട്രാൻസ്മിഷനൊക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ അത് റണ്ണിങ് വർക്കിംഗ് ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. നല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാ ഗ്ലാസ് ഒറിജിനൽ അതേ സെയിം ഇയറിലുള്ള. ഇത് നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. കേരളത്തിൽ എവിടെയും കൊടുക്കാത്തൊരു പ്രൈസ്, ഡിജിറ്റൽ മീറ്റർ ആണ്. ഹായ് ഫ്രണ്ട്സ്, റാജി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ പുതിയൊരു യാർഡൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇപ്പം നമുക്ക് ഒരുപാട് കളക്ഷൻ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, പ്രൈസും കൂടി പറയും. ഇതിന് മുന്നത്തെ വീഡിയോയിൽ തന്നെ പ്രൈസ് പറയാത്തത് കൊണ്ടുള്ള ചെറിയ കുറേ കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പ്രൈസിന്റെ മാത്രമല്ല, നമുക്ക് സമയക്കുറവ് മൂലമാണ് ഇത്രയും 10-18 വണ്ടികൾ ഒരുമിച്ച് പറയുമ്പോൾ ഒരുപാട് ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ആക്കിയത്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടു പോവാണ്, അടിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ റാജി കാർസിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോ മെഴ്സിഡീസ് ബെൻസിന്റെ ഇ ക്ലാസ് ആണ്. ഇപ്പൊ ഇത് സി ക്ലാസ്സും ആണ്. ഇത് നമ്മൾ എല്ലാവരും ഓഫറിൽ പ്രൈസിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഇതിന് മൊത്തത്തിൽ നമ്മൾ ഡിസംബറൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മാർജിനിൽ കൂടുതൽ സെയിൽ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു ലെങ്ത് വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വിടുന്നത്. അതിൽ നല്ല ഓഫർ പ്രൈസുള്ള വണ്ടികൾ നമുക്കുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് മെഴ്സിഡീസിന്റെ ഡീസൽ വാഹനമാണ്, C220 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതില് മിക്കവാറും വണ്ടികൾ റിവ്യൂ ചിലപ്പം കാണും സെപ്പറേറ്റ് ഉള്ളത്. ചിലത് പുതിയ സ്റ്റോക്കുകൾ ഉണ്ട്, അതിന്റെ റിവ്യൂ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ വരുള്ളൂ. അപ്പൊ ഇതിന്റെ പറയുന്നത് C220 ആണ്. കേരളത്തിലേക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ആയ കേരള നമ്പർ ആ വണ്ടിയാണ്. 5 വർഷത്തെ പേപ്പറോട് കൂടി ഡീസൽ വാഹനമാണ്. ഒരു 15-16 വരെ നിങ്ങൾക്ക് മൈലേജും കിട്ടും. ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്. 4,70,000 നമുക്ക് കൊടുക്കാം. കാരണം 2029 വരെ പേപ്പേഴ്സ് ഫുള്ളാണ്, ഇൻഷുറൻസും പുതിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എടുക്കുന്ന ആൾക്ക് 2029 വരെ നമുക്ക് ഒന്നും നോക്കാതെ ചില്ലറ മെയിൻ്റെനൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഓടാവുന്നതാണ്. അപ്പോൾ 4,70,000 ഓഫർ പ്രൈസ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ തന്നെ E200 CGI പെട്രോൾ വണ്ടിയാണ്. ഇതിനൊരു ഭയങ്കര പ്രത്യേകത ഉള്ളൊരു വണ്ടി കൂടിയാണിത്. ഇത് 2011 വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. കമ്പനി ടു ഇൻഡിവിജ്വൽ നെയിം ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്, അല്ലെങ്കിൽ സിംഗിൾ ഓണർ ആവേണ്ടതായിരുന്നു. മാത്രമല്ല ഇതിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ വെറും 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പറയും 12-13 വർഷമായി പോ ഇത് ഒരിക്കലും ജെന്യുവിൻ അല്ലാതെ. അപ്പൊ നമ്മുടെ സർവീസ് റെക്കോർഡ് ഞാനും അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ സമയത്ത് എടുക്കാൻ പോയപ്പോൾ കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചില്ല. പക്ഷെ വണ്ടി കണ്ടപ്പോൾ അതുപോലെ സർവീസ് റെക്കോർഡും കൂടി, ഇത്രയും പഴയ വണ്ടികൾക്ക് സർവീസ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വളരെ ചുരുക്കി പറയണം. അപ്പൊ അത്രയും ക്വാളിറ്റി, നോ റീപെയിന്റ് ആണ്, നോ റീപ്ലേസ്മെന്റ്, ഒക്കെ ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളെല്ലാം റെഡിയാ. പിന്നെ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പുത്തൻ വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ഫൈനൽ ഓഫർ പ്രൈസ് ആണ് 7,90,000. ഇതേ വണ്ടി നമ്മൾ 6,00,000 സംതിങ്ങിനും കൊടുക്കുന്നുണ്ട്, ഇതേ മോഡല്. പക്ഷെ ഇത് അത്രയും ജെനുവിൻ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഇതിന് ഇങ്ങനെ ഒരു പ്രൈസ് ഇട്ടുള്ളൂ. പിന്നെ അതിൽ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കൂടി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 70,000 രൂപ വർത്ത് വരുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം ആണ്. നമ്മൾ കൺട്രോളുകൾ, സ്റ്റിയറിംഗ് ബട്ടൺ, പിന്നെ മൗസ് പോലുള്ള തിരിക്കുന്ന വോളിയം കൺട്രോൾ, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ളതാണ്. ഏകദേശം 70,000 രൂപ വർത്ത് വരുന്നതാണ്. പ്ലസ് റിവേഴ്സ് ക്യാമറയും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജെന്യുവിൻ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് 1000-ൽ 1 കിട്ടുന്ന പോലെയാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല. കാരണം ഇതേ മോഡൽ വണ്ടി നമ്മുടെ അടുത്ത് ഓൾറെഡി 6,00,000 ചില്ലാതിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വിലയിൽ വ്യത്യാസം വരാൻ കാരണം ഇതാണ്. അപ്പൊ നമുക്കിതൊരു ഓഫർ പ്രൈസിൽ 7,90,000 അത് ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ്. ഹൈ ക്വാളിറ്റി ജെന്യുവിൻ. അത് നമ്മൾ ഹിസ്റ്ററി സർവീസ് റെക്കോർഡൊക്കെ കസ്റ്റമർക്ക് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളി. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം.
അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഡിയുടെ Q3 ആണ്. Q3 എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറി ഉള്ളതും മാത്രമല്ല ഇത് ലേറ്റസ്റ്റ് ആണ്. 2015 വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് Q3യുടെ ലേറ്റസ്റ്റ് മോഡൽ ഉണ്ടോ എന്ന്. അത് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഇന്റീരിയറിലും വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഒരാൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് 2014 15 തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായി തോന്നില്ല. പക്ഷെ ഇതിൽ നല്ല വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു ക്വാളിറ്റി വേർഷൻ എന്ന് പറയുന്നത് വെറും 44,000 കിലോമീറ്റർ ഓടിയുള്ളൂ. നമ്മൾ ഈ കിലോമീറ്റർ ഇങ്ങനെ പറയുമ്പോൾ അതെന്തായാലും 10 വർഷം 9 വർഷമായില്ലേ, അതൊന്നും ജെനുവിൻ ആവില്ല. പക്ഷെ അത് ജെനുവിൻ ആണ്. നമ്മൾ ഗ്യാരണ്ടി നമ്മൾ ഉള്ള കിലോമീറ്റർ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. നോ റീപ്ലേസ്മെന്റ്. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല, റീപെയിന്റും ഇല്ല. പിന്നെ 10 ലക്ഷം IDV ഉണ്ട്, ഇൻഷുറൻസ് IDV. അങ്ങനെയുള്ളൊരു വാഹനമാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 14.5 ലക്ഷമാണ് NOC-ൽ. നേരത്തെ പറഞ്ഞതും ഒരു വണ്ടി പറഞ്ഞില്ല, അതും NOC-ലാണ് ഉദ്ദേശിക്കുന്നത്. പേപ്പർ ആക്കാൻ വരും. അത് പല വണ്ടികൾക്കും പല രൂപത്തിലായിരിക്കും വരിക. നേരത്തെ പറഞ്ഞ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഒരു 50,000 60,000 രൂപ നമ്പർ ആക്കാൻ പറ്റും. ഇതിന്റെ നമുക്ക് ചെക്ക് ചെയ്യണം എത്ര വരും എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സിംഗിൾ ഓണറാണ്, വെറും 44,000 വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്. പീരിയോഡിക്കലി, അതായത് ഓരോ വർഷവും സർവീസ് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷം ചില വർഷം 2-3 സർവീസ് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സർവീസാണ്. അല്ലാതെ ഇടയിൽ വിട്ടൊരു 3 വർഷം കൂടുമ്പോൾ ഒരു സർവീസ്, അങ്ങനെയുള്ള സർവീസ് അല്ല ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എടുത്തപ്പോഴും വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ലോ കിലോമീറ്റർ അന്വേഷിച്ചെടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം എന്ന് പറയുന്നത് മെഴ്സീഡീസ് ബെൻസിന്റെ തന്നെ C200 കംപ്രസർ എന്ന് പറയുന്ന വണ്ടിയാണ്. 2009 വാഹനമാണ്. ഇത് നമ്മൾ ഓൾറെഡി പേപ്പർ ഇവിടെ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ള നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതാണ്. നമ്മൾ കേരള രജിസ്ട്രേഷൻ ചെയ്ത് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വേറെ ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വെറും 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതിന് നമ്മൾ സർവീസ് റെക്കോർഡൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മളുള്ളത് ഉള്ള പോലെ പറയുന്നുണ്ട്. ഇത് കസ്റ്റമർക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഗിയർ ബോക്സ്, എഞ്ചിന് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എല്ലാ വണ്ടിക്കും നിശ്ചിത സമയത്തിന് നമുക്കൊരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത മോഡലുകളാണ്. ഇപ്പോൾ പറഞ്ഞ Q3 ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ മെയിൻ്റെനൻസ് ലോ ആണ്. ഇപ്പോൾ നമ്മൾ 5 വർഷത്തെ പേപ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് 5.5 ലക്ഷത്തിന് നമ്മൾ 2030 വരെ പേപ്പർ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്കിത് കൊടുക്കാം. ഒരു ഓഫർ പ്രൈസ് ആണ്. വേണ്ടവർക്ക് എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞ് ഫാസ്റ്റിൽ പോവാട്ടെ, ഇത്രയും വണ്ടികൾ എടുക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്.
നമുക്ക് ഒരു എസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് സെയിലായിട്ടുണ്ട്, കണ്ണൂരിലേക്ക് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. കസ്റ്റമർ വന്നിട്ടില്ല. ഒരു ഫാൻസി നമ്പറൊക്കെ ഇട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ റിവ്യൂ ഉണ്ടായിരുന്നു, അത് കൊടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ അടുത്ത നമ്മൾ വാഹനം മെർസിഡീസ് ബെൻസിന്റെ GL 2015 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പിന്നെ വേറെ അപകടമുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതായത് വീട് വർക്ക് ഇറക്കുന്നതുകൊണ്ട് നോയിസ് ചിലപ്പോൾ ഉണ്ടാവും, അപ്പോൾ പ്രേക്ഷകർ ക്ഷമിക്കുക. അപ്പോൾ ഈ വണ്ടി 2015 സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് റെക്കോർഡ് കൂടി ഇപ്പോൾ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ നല്ല ഹൈ ക്വാളിറ്റിയാണ് വണ്ടി. അപ്പോൾ ഇതിന് നമ്മളൊരു ഓഫർ പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. 13,20,000 ഫിക്സ്ഡ് പ്രൈസാണ്. പനോരമിക് റൂഫ് വരുന്നുണ്ട്, അവൻഗാർഡ് ആണ്, ഹർമാൻ കർദോന്റെ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന ന്യൂ ജനറേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത കാണുന്ന ഒരു മെർസിഡീസ് ബെൻസിന്റെ E250 എന്ന് പറഞ്ഞ വാഹനമാണ്. ഒരുപാട് വണ്ടികളുണ്ട്, ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിച്ചിരിക്കുക. ഏതാണ് ഈ 250, 350, 200 ഒരുപാടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ട് ഓർത്തെടുത്ത് നോക്കിയിട്ട് വേണമല്ലോ പറയാൻ. അപ്പോൾ ഇത് E250 2011 ഡീസൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഇപ്പോൾ പുറത്ത് രജിസ്ട്രേഷൻ ആണ്. നേരത്തെ പറഞ്ഞ GL പുറത്ത് രജിസ്ട്രേഷൻ ആണ്. NOC റേറ്റ് ആണ് അത്. ഇതും നമ്മൾ NOCയിലെ റേറ്റ് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഒറിജിനാലിറ്റിയിലാണ്. ഏകദേശം ഒരു 14-15 നമുക്ക് മൈലേജും കിട്ടും. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഒരു ഓഫർ പ്രൈസ് ആണ് 6,90,000 രൂപയ്ക്ക് NOCയിൽ നമുക്ക് കൊടുക്കാം. ഏകദേശം രജിസ്ട്രേഷന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10,70,000 രൂപ കൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. നല്ല മൈലേജ് ഉള്ള, നല്ലൊരു കംഫർട്ടുള്ള, നല്ല വിശാലതായിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ഒരു വാഹനമാണ്. അപ്പോൾ വേണ്ടവർ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ് ഇതാക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മളത് സെയിം മോഡൽ തന്നെയാണ്. അത് 2011, ഇതിൽ 2011 രണ്ടും E250 ആണ്. ഇതും E250 ആണ്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നമ്പർ ആക്കിയിട്ടില്ല, അത് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട്, കാരണം പഴയ വണ്ടി ആയതുകൊണ്ട് ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നല്ല വൃത്തി ക്വാളിറ്റി ഉള്ളതാണ്. നല്ല നമുക്ക് എഞ്ചിനും ട്രാൻസ്മിഷനൊക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ അത് വർക്കിംഗ് ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല, നല്ല വണ്ടികളാണ്. ഈ കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ദിവസമല്ലേ ഓടുക, പക്ഷെ നമുക്ക് ഒരുപാട് കാലത്തേക്കൊന്നും യൂസ്ഡ് വാഹനമല്ലേ, നമുക്ക് തരാൻ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമുക്ക് 2011 ഇത് നമ്പർ കേരളത്തിലേക്ക് ടാക്സ് അടച്ച് നമ്പറാക്കിയ വാഹനമാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 8,90,000 രൂപയാണ്. അപ്പോൾ എടുക്കുന്ന കസ്റ്റമർക്ക് ഇനി വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല. 8,90,000 തന്നാൽ വണ്ടിയായി, പിന്നെ വേറെ ടാക്സ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുക. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് മെർസിഡീസ് ബെൻസിന്റെ E250 തന്നെയാണ്. അതിന്റെ ഇതിപ്പോ ഫ്രണ്ടിന് കണ്ടാൽ വളരെ വ്യത്യാസമുണ്ട്, പക്ഷെ അതിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണിത്. ഇത് 2014 ലാസ്റ്റ് ഡിസംബറിൽ വന്ന വണ്ടിയാണ്. സിംഗിൾ സൺറൂഫ്, എല്ലാത്തിനും സൺറൂഫ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ NOCയിലാണ്, കേരളത്തിലോട്ട് മാറ്റിയിട്ടില്ല.
അപ്പോൾ ഇത് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഫ്രണ്ട് ക്യാമറ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തൊരു വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒറിജിനൽ ഗ്ലാസുകൾ തന്നെയാണ് ഉള്ളത്. നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഒരു വാഹനമാണ്. സർവീസ് റെക്കോർഡ് കൂടിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഏകദേശം 1,00,000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പക്ഷേ ഫുൾ ജെനുവിൻ സർവീസ് റെക്കോർഡ് കൂടിയിട്ടാണ്. ഇത് നമ്മൾ 11,90,000 നമുക്ക് കൊടുക്കാം. അത് ലാസ്റ്റ് പ്രൈസ് ആണ്. ഒരു ഓഫർ ഡിസംബറിൽ നമ്മളൊരു ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിന്റെ 11,90 ഫൈനൽ റേറ്റ് ആണ്. ഇതിൽ അഡീഷണൽ കസ്റ്റമർക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്യാൻ നമുക്ക് ഏതായാലും 10,40,000 രൂപ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ചെയ്തതാണ് ഫ്രണ്ട് റിവേഴ്സ് ക്യാമറയോട് കൂടിയിട്ട്. അപ്പോൾ 11,90,000 ഫൈനൽ പ്രൈസ് ആണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത് വേണ്ടവർക്ക് നോക്കാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി BMW ഏറ്റവും ഫുൾ ഓപ്ഷൻ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 സീരീസിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് അന്ന് ഇറങ്ങിയ BMW 530D ആണ്. എം സ്പോർട്ടും കൂടിയാണ്. എം സ്പോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, ജസ്റ്റ് എല്ലാവരും കയറി നോക്കുക. അപ്പോൾ ഇത് 2014 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാ ഗ്ലാസ് ഒറിജിനൽ അതേ സെയിം ഇയറിലുള്ള ഗ്ലാസുകൾ, നോ റീപെയിന്റ് വാഹനമാണ്. ഇപ്പൊ ചെറിയൊരു ഇത് പൊടി ഉണ്ട് കേട്ടോ, അടുത്തൊരു വർക്ക് എടുക്കുന്നതുകൊണ്ട് പൊടിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ക്യാമറയിൽ എത്രത്തോളം അത് പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. അപ്പൊ ഇത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് കൂടി 62,000 കിലോമീറ്റർ 72,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. അതും ഫുൾ ജെന്യൂൻ സർവീസ് റെക്കോർഡുള്ള വണ്ടി കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 17,90,000 ആണ്. അപ്പൊ ഇതേ മോഡൽ തന്നെ 520 നമ്മുടെ കയ്യിലുണ്ട്, ഇതേ സെയിം മോഡലുള്ള. പക്ഷെ അതിന് ഒരുപാട് വിലയ്ക്ക് വ്യത്യാസമുണ്ട്. ഇത് 530 എം സ്പോർട്ട് ഒറിജിനൽ ആണ്. നിങ്ങൾക്ക് ഇന്റീരിയർ വീഡിയോ ഒക്കെ കണ്ടത് ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ബാക്കിലേക്ക് ചാനൽ കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ സി ക്ലാസ് ആണ്. C200 CGI 2010 മോഡൽ വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2010 മോഡൽ രജിസ്ട്രേഷൻ വരുന്ന CGI ആണ്. സാധാരണ കംപ്രസർ ഒരുപാടുണ്ട് 2009-10 ഇത് CGI പറഞ്ഞ വെർഷനാണ്. ഇത് ഒരുപാട് ഫീച്ചേഴ്സ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്, സ്റ്റിയറിംഗ്, പിന്നെ ന്യൂ എഞ്ചിനാണ്, ബ്ലൂ എഫിഷ്യൻസി ആണ്. വണ്ടി അത്യാവശ്യം ഒരു 12 വരെ മൈലേജും കിട്ടും. ആകെ 56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു വണ്ടി എടുത്ത് നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കണം. 5,40,000 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ ഉണ്ടാവും. ഇത് കേരളത്തിലേക്ക് നമ്പർ ആക്കാൻ വേണ്ടി നമുക്ക് വെറും 45,000 രൂപേൻ്റെ ഒരു ചിലവാണ് വരുന്നത്. ഇതിന് കൂടുതൽ നമുക്ക് സമയം, സ്ഥല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ സെപ്പറേറ്റ് റിവ്യൂ നമ്മൾ എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നേ ഉള്ളൂ.
അടുത്തതായിട്ട് നമ്മുടെ അടുത്തുള്ളത് മെർസിഡസ് ബെൻസിന്റെ ഇ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് E350. ഇതിന്റെ സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ലിങ്കിലൊക്കെ അതിൻ്റെ ഇത് കൊടുക്കാം. സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉണ്ട് ഇതിന്റെ. ഇത് 2010 വരുന്നൊരു വാഹനമാണ്. E350 V6 എഞ്ചിനോട് കൂടി പെട്രോൾ ആണ്. സൺറൂഫ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ വണ്ടികൾക്ക് എല്ലാത്തിനും സൺറൂഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചില ഓപ്ഷൻസ് നമ്മൾ പെട്ടെന്ന് സ്പീഡ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. ആകെ കിലോമീറ്റർ 72,000 സംതിങ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല. ഇത് നമുക്ക് ഓരോ ഓഫർ പ്രൈസിൽ കൊടുക്കാം. 6,40,000 നമുക്ക് കൊടുക്കാം. ചെറിയ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം കസ്റ്റമർ വരുന്നതിനനുസരിച്ച്. അപ്പോൾ വേറെ ഗ്ലാസ് നമ്മൾ ക്രാക്ക് ഉണ്ടായിട്ട് മാറ്റിയതാണ്. അത് മാറ്റിയ ഗ്ലാസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. കസ്റ്റമർക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. നല്ലൊരു ക്വാളിറ്റി. അതായത് സ്റ്റിയറിംഗ് ഗിയർ വരുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടുണ്ട് അതൊക്കെ വിട്ടു പോകുന്നതാണ്. ഒരുപാട് ഓപ്ഷൻ ഉള്ള ഒരു വണ്ടി കൂടിയാണത്. അപ്പോൾ അത് വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു ഓഫർ 6,40 നമുക്ക് കൊടുക്കാം. അടുത്ത വരുന്നത് BMW 520 പറഞ്ഞ മോഡൽ. 2014 വരുന്ന ഈ വാഹനം ഡിജിറ്റൽ മീറ്റർ, ന്യൂ ഷേപ്പ് സ്റ്റിയറിംഗ്, പെഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്ന ഒരു വാഹനം. സിംഗിൾ ഓണർ കൂടിയാണ് വണ്ടി. പിന്നെ എല്ലാ ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി. പിന്നെ 2023 വരെ കമ്പനിയിൽ സർവീസ് റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള വണ്ടി, പ്രോപ്പർ സർവീസ് റെക്കോർഡുള്ള വണ്ടി കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരു വണ്ടിയും കൂടിയാണത്. ഇത് നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. കേരളത്തിൽ എവിടെയും കൊടുക്കാത്തൊരു പ്രൈസ്. ഡിജിറ്റൽ മീറ്റർ ആണെന്നുള്ള ഓർക്കണം. അപ്പോൾ അതിന് ഡിജിറ്റൽ മീറ്റർ പുതിയ എഞ്ചിനാണ്. ടിൻ പവർ ടർബോ എന്ന് പറഞ്ഞുള്ളൊരു എഞ്ചിനാണ് കമ്പനി 2013 BMW കൊണ്ടുവന്ന ഒരു എഞ്ചിനാണിത്. ഇത് 2014 അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസും വളരെ കുറവെന്ന് പറയാം. അതായത് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയം കാറുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ വളരെ മെയിൻ്റെനൻസ് കുറവുള്ളൊരു എഞ്ചിനാണ് കമ്പനി പുതിയ ടെക്നോളജി വെച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു 12,90 കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു വണ്ടി 2014 ന്യൂ ഷേപ്പ് വാഹനം നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി തരാം. 12,90 ഫൈനൽ റേറ്റ് ആണ്. സിംഗിൾ ഓണർ, ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 83 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ് കൂടിയാണ്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന ഒരു വാഹനമാണ് BMW 320 ആണിത്. 3 സീരീസ്. ഇത് പുതിയ ഇപ്പോൾ പറഞ്ഞ പോലെ ടിൻ പവർ ടർബോ എഞ്ചിൻ വരുന്നത് 4 സിലിണ്ടർ. അതും 4 സിലിണ്ടർ ആണ് വന്ന എഞ്ചിനാണ്. ഇത് നല്ല ക്യൂട്ട് വാഹനമാണെന്ന് പറയാം. ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള നോ റീപ്ലേസ്മെന്റ്, നോ റീപെയിന്റ് വാഹനമാണ്. അത്രയും ഹൈ ക്വാളിറ്റി വാഹനം. പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. ആകെ 87,000 കിലോമീറ്റർ ഓടിയുള്ളത്. അതും ഫുള്ള് പീരിയോഡിക്കലി കമ്പനി സർവീസ് 2023 വരെ. പിന്നെ ഇത് മോഡൽ പറയാൻ വിട്ടു. 2016 വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ട്. 15 ഡിസംബർ 2016 വാഹനം പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒറിജിനാലിറ്റിയിലാണ് ഉള്ളത്. ഇത് നമുക്ക് 14.5 ലക്ഷത്തിന് കൊടുക്കാം. 14.5 നമുക്ക് ഈ വാഹനം കൊടുക്കാം. അത്രയും നല്ലൊരു ക്ലീൻ സർവീസ് റെക്കോർഡുള്ള വണ്ടി. നമ്മൾ മോഡൽ കൂടി
വണ്ടികളൊക്കെ സർവീസ് റെക്കോർഡ് പ്രോപ്പർ ചെക്ക് ചെയ്ത് നമ്മൾ തന്നെ പോയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വണ്ടികൾ എടുക്കുന്നത്. മോഡൽ കുറഞ്ഞതിന് സർവീസ് റെക്കോർഡ് ഉണ്ടാവില്ല, പക്ഷേ മോഡൽ കൂടിയതിന് പ്രോപ്പർ സർവീസ് ഇല്ലാതെ നമ്മൾ വണ്ടി എടുക്കാറില്ല. അതുപോലെ ആക്സിഡന്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളത് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് കാണുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സർവീസ് കൊടുക്കുന്ന ഓൾ കേരള നമ്മൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് നമ്മളിൽ നിന്ന് എടുത്തവർക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ചിലപ്പം അവിടെ തന്നെ പെട്ടെന്ന് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെക്കാനിക്കിനെ കാണിക്കാം. ഫ്യൂച്ചറിൽ നമ്മൾ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആളെ വിട്ടിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തു തരും, ഫ്യൂച്ചറിൽ എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തം കളക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ നല്ല അത്യാവശ്യം ഇപ്പോൾ കളക്ഷനിലാണ് നിൽക്കുക. നമ്മൾ ഡിസംബർ ആയതുകൊണ്ട് നല്ല ഒരു ഓഫർ പ്രൈസിലും കുറച്ച് കളക്ഷനൊക്കെ ഇത് നമ്മൾ അങ്ങനെ ഒരു ഗിവ് അവേ പരിപാടികളൊന്നും ഇല്ല. ഉള്ളത് മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കൊടുക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിലിപ്പോൾ 530 എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയർ പീസ് വാഹനമാണ് 530. അതൊക്കെ നല്ല വണ്ടിയാണ്, നല്ല ക്ലീൻ ഫുൾ സർവീസ് റെക്കോർഡോട് കൂടിയുള്ള. അതിൻ്റെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ പകുതി വണ്ടികളും റിവ്യൂ ചെയ്തിട്ടുണ്ട്, പകുതി വണ്ടികൾ പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് നമ്മളിങ്ങനെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒഴിവിനനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടാൻ ശ്രമിക്കുക. ബെൽ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങളെ യൂട്യൂബിലേക്ക് മൊബൈലിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാത്തിലും പ്രൈസ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആണത്. മുന്നത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.